നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒടുവിൽ ഷിംജിത്തിനെ അറസ്റ്റ് ചെയ്തു, പിടിയിലായിരിക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെ, പുള്ളിക്കാരി വിദേശത്തേക്ക് കടന്നു എന്നൊക്കെ വാർത്തകൾ ഇറങ്ങി പുറത്തു വന്നതിനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഒരു വളരെ സെൻസേഷണലായിട്ടൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തയെ ചുറ്റിപ്പറ്റി ഇത്തരം കഥകൾ വന്നുകൊണ്ടിരിക്കും. അത് സത്യമാണോന്നൊന്നുമില്ല, ഒരു ആവേശത്തിന് ജനങ്ങളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാധ്യമ മാപ്രകൾ എന്നാണ് മാപ്രകൾ ഒപ്പിക്കുന്ന പണിയായിട്ട് കരുതിയാൽ മതി. കാരണം ഒരാൾ ഒളിവിൽ പോയി, എങ്ങനെ ഇവർ ഒളിവിൽ പോയി എന്നറിയുന്നത്? ഇപ്പൊ വടകരയിലുള്ളവർ ബന്ധുവിടുന്നാണ് പിടിച്ചെന്നാണ് പറയുന്നത്. വടകരയിൽ ബന്ധുവിട്ട് ശരിയാണെന്ന് അറിഞ്ഞു വെരിഫൈ ചെയ്യാം. ഇനി ഒരു കാര്യമുള്ളത്, ഞാൻ ഒരു കാര്യത്തോടൊപ്പം ചേർന്ന് പറയാനുള്ളത്, ഈ അതിര് കടന്നുള്ള ആക്രമണം അവരോടും കാണിക്കുന്നുണ്ട്. ഈ അവർ കാണിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ അവരോടൊരു സിമ്പതി എനിക്കില്ല, ഈ ഷിംജിതോട് സിമ്പതിയില്ല. അവർ കാണിച്ചത് വൃത്തികേടാണ്. ആ ചെറുക്കൻ്റെ ജീവനും പോയി. പക്ഷേ ഇത് ആദ്യമായി വൃത്തികേട് കാണിക്കുന്ന അവരല്ല. ഇത് ഇവിടെ ഒരു പരമ്പരയാണ്. ഇതൊരു പരമ്പരയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ഓർത്തല്ല അവർ വൈറലാകാൻ പോയത്. അപ്പോൾ ഈ പറയുന്ന അതിര് കവിഞ്ഞുള്ള ആക്രമണം അവരുടെ ജീവനും അപായത്തിൽപ്പെടുത്താതിരിക്കാൻ നോക്കണേ. വളരെ മോശമായ ഭാഷയിൽ ഇപ്പം വരുന്നുണ്ട്. അത് ഇച്ചിരി കൂടുതലാണ്. അവർ കാണിച്ചത് മോശമായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം എത്രയോ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ആരും അത് ഗവനിക്കാൻ പോയില്ല. അതെല്ലാം വൈറലാക്കി. അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇനി അവരെ വെറുതെ വിടുക. നിയമത്തിന്റെ വഴിക്ക് പറ്റില്ല. നിയമം കൃത്യമായി അവരുടെ കാര്യത്തിൽ കൃത്യത പാലിക്കുക. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ എടുക്കുക. നമ്മൾ ഇനിയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും അതിന് ഒരുപാട് ട്രോളുകളൊക്കെ ഇടുന്നുണ്ട്. സത്യമാണത്. എന്തായാലും കാർഡ്ബോർഡ് കൊണ്ട് അതിർത്തി ഉണ്ടാക്കിക്കൊണ്ട് കയറി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതങ്ങ് വിടാം. രണ്ടാമതൊരു കാര്യത്തിലേക്ക് പോകേണ്ടത്, ഈ ഗണഗീതം കഴിയുന്ന കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ അവിടുത്തെ മിക്ക ക്ഷേത്രങ്ങളും മുത്തപ്പൻ ക്ഷേത്രം. ഞാനത് നമ്മളെ ബിനിഷയോട് ചോദിക്കുകയായിരുന്നു. ഞാൻ കരുതി മുത്തപ്പൻ നല്ല പ്രമുഖമായ ക്ഷേത്രമുണ്ട് കണ്ണൂർ. അതാണ് അതല്ല, അത് മറ്റേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. പോയിട്ടില്ല. ഞാൻ അവിടെ പോയി. എന്താ സ്ഥിതി? ഞാൻ പോയിട്ടുണ്ട്. നമുക്കവിടെ വലിയ സ്വീകരണമായിരുന്നു. ഞാൻ ഈ പറശ്ശിനിക്കടവിലെ നമുക്ക് ഒരു പരിചയമില്ല. ഞാൻ നേരെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോകുന്ന കണ്ടപ്പോൾ തന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാര്, എനിക്കൊന്ന് ഇടതുപക്ഷക്കാരാ, അപ്പൊ തന്നെ അവരെന്നെ കൊണ്ടുപോയി അകത്ത് കയറ്റിയിരുത്ത് അവിടുത്തെ പ്രത്യേക അവർക്ക് നമുക്ക് തന്ന നേർച്ചയൊക്കെ നൽകി നമ്മൾ അത് നല്ല മനോഹരമായിട്ട് അത് ആവശ്യം. കാരണം ഈ കണ്ണൂരിൻ്റെ ഒരു ആത്മീയവും എന്താ പറയുക കലയും ഒക്കെ ചേർന്ന് ഇപ്പം തെയ്യത്തിൻ്റെയൊക്കെ ഒരു ഭയങ്കര രാഷ്ട്രീയമുണ്ട്. തെയ്യം കെട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവമായി മാറുകയാണ്. ദൈവമാണ്. അത് വല്ലാത്ത സങ്കല്പമാണ്. അല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആത്മീയ തലവും അതിൻ്റെ ഒരു രാഷ്ട്രീയവും ഒക്കെ മനോഹരമാണ്. ഇനി അതിനെ ഈ CPM-കാർ ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ അധിഷ്ഠിതമാണ് ഇതല്ല. പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഭൂരിഭാഗം പേരും വന്ന കണ്ണൂർ ഭാഗത്തുനിന്ന് മൂല്യാധി. പക്ഷേ ഇതിൻ്റെ അകത്ത് സംഭവിച്ചതിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കണ്ണൂരിൽ മാറിപ്പോയപ്പോൾ ഈ ഗുണ്ടായിസവും കൊലപാതകവും അത്തരം ഒരു ആളുകളിലേക്ക് മാറിയപ്പോൾ അവർ ഈ പാർട്ടി സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരു പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ MV രാഘവന്റെ കാലത്ത് തുടങ്ങിയ ആ ഒരു ചേഞ്ചാണ്. MV രാഘവന്റെ കാലത്ത് അതിനകത്ത് രാജ്മോഹന്റെ പ്രശ്നം വെച്ചാൽ ബേസിക്കലി ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നല്ല മനുഷ്യരാണ് അടിസ്ഥാനപരമായിട്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് സ്വാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ ഈ വെട്ടിക്കൊല തന്നെ ചാകാൻ പോകുന്നത്. പണ്ടത്തെ ചാവന്മാരെ കഥ ഉണ്ടല്ലോ, അതുപോലെ. അതുകൊണ്ടാണല്ലോ ചാവുകയല്ലേ ചെയ്തത്. അപ്പം ഇവർ സ്വപ്നം കാണുന്നത് എന്താണ്? ഒരു നല്ല ലോകം സൃഷ്ടിക്ക് വേണ്ടി അവർ. അതുകൊണ്ടാണ് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ആഘോഷിക്കുന്നത്. എനിക്ക് വളരെ വിചിത്രമായൊരു സംഗതിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. ഈ മരണത്തിന് ശേഷം സംഭവിക്കാൻ നമുക്കറിയാത്ത കാര്യത്തെ ബേസ് ചെയ്താണ് സകല പ്രസ്ഥാനങ്ങളും പോകുന്നത്. ഇപ്പം മതങ്ങൾ, ഇപ്പം ഞങ്ങളുടെ ക്രിസ്ത്യാനികൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാലാഖമാരായ സ്വർഗത്തിൽ കഴിയുന്നതാണ് ഞങ്ങളുടെ ഒരു നമ്മൾ ചില മരണാനന്തര തിരിച്ചു വന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറികളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മാലാഖമാരല്ല. അത് ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്. നമ്മളൊക്കെ മാലാഖമാരാവും നന്നായിട്ട് ജീവിച്ച. മുസ്ലിമിൻ്റെ കൺസെപ്റ്റാണ് ഭയങ്കര അടിപൊളി. നിങ്ങൾ ഇവിടെ എന്തോന്ന് ജീവിതം, ഇവിടെ അപവാദം, ഇതുമാതിരി എന്താണ് പറയുക, ഇൻസ്റ്റയിലെ വൈറലെ ചീത്തവിളി, സംഗീ ഗംഗി എല്ലാം കേൾക്കട്ടെ. അവിടെ ഒന്നുമില്ല. മദ്യപ്പുഴ ഒഴുകുകയാണ്, ഊരുകൾ ഇഷ്ടം പോലുണ്ട്. അതാണ് മുസ്ലിം. ഹിന്ദുവിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയുള്ള മരണത്തിന് ശേഷം ഒരു ഘട്ടത്തിന് ശേഷം മോക്ഷം കിട്ടും. ഈ മോക്ഷത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. നമ്മൾ ഈ മോക്ഷത്തിനൊരു സമയമെടുക്കുമെന്ന് പറയും. അപ്പം എല്ലാം ഇനി അതേ തന്നെയാണ് രാഷ്ട്രീയത്തിലും. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ഒന്നെങ്കിൽ രക്തസാക്ഷിയായി അല്ലെങ്കിൽ ബലിദാനിയായി. നിങ്ങൾ രക്തസാക്ഷി ബലിദാനിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് അഭിമാനമാണ്. എന്ത് സംഭവിക്കുന്നു? മരിച്ചതിന് ശേഷം അവൻ ആകപ്പാടെ
ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ ഹ്രസ്വകാലത്തെ ജീവിതം ആസ്വദിക്കാനുള്ള, ഈ പ്രകൃതി ആസ്വദിക്കാനുള്ള, സുഖം അനുഭവിക്കാനുള്ള, കുടുംബ ബന്ധങ്ങൾ അനുഭവിക്കാനുള്ള, സൗഹൃദം അനുഭവിക്കാനുള്ള, സമൂഹത്തിലുള്ള അവൻ്റെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ട് തട്ടിപ്പോകും. ഈ ഷേക്സ്പിയറിന് ഒരു കഥാപാത്രമുണ്ട്, ഫാൾസ്റ്റോഫ് എന്ന് പറയും. അയാളൊരു കഥാപാത്രമാണ്, പ്രത്യേക മനുഷ്യനാണ്. അയാൾ യുദ്ധത്തിനൊക്കെ പോയാൽ ഒളിച്ചിരിക്കുകയുള്ളൂ, ഇയാൾ യുദ്ധത്തിന് പങ്കെടുക്കുന്നത്. എൻ്റെ വേറെ ആരെങ്കിലും കൊല്ലുമ്പോൾ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ പറ്റും. അപ്പോൾ ഇയാളെല്ലാവരും കളിയാക്കും, നിങ്ങളിത് കാണിക്കുന്ന വൃത്തികളല്ല. അപ്പോൾ അയാൾ പറയും നിങ്ങൾക്ക് ഓണർ ലഭിക്കുകയില്ലല്ലോ എന്നാണ് HONOU. അപ്പോൾ ഇയാൾ പറയാൻ വാട്ട് ഈസ് ഓണർ എന്ന് പുള്ളി ചോദിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഓണർ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന ആൾ ചോദിക്കും. ഈ ഓണർ എന്ന് പറയുന്ന ഈ സാധനത്തെ വെച്ചാണ് എല്ലാവരും കച്ചവടം നടത്തുന്നത്. എനിവേ, നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തൊരു ഒരു സുപ്രഭാതമായ കാര്യമുള്ള കാര്യം പറയാം. കണ്ണൂരിൽ ഈ ഗണഗീതം പാടി ഗണഗീതത്തിലേക്ക്, അപ്പോൾ ഗണഗീതം പാടാൻ വന്ന കണ്ണൂര് ശരിക്കും ഒരു വല്ലാത്ത ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉണ്ടാകും. അപ്പോൾ ഗണഗീതം തൃശ്ശൂർ എന്നുള്ള ഗായക സംഘം മറ്റുമാണ് അവിടെയാണ്, അതിലേക്ക് വരാം. ഇപ്പം തൃശ്ശൂരിലെ ഗായക സംഘം ഓടുന്നു. അപ്പോൾ ഈ ഗണഗീതം കേട്ടപ്പോഴത്തേക്കും കുറച്ച് പേർക്കും ചൊറിച്ചിലായി. അതെന്തുകൊണ്ടാണ്? RSSന്റെ ഗാനം ആയതുകൊണ്ടല്ല. RSSന് 100 കണക്കിന് ഗാനമുണ്ട്. ഈ ഒരു 100 കണക്കിന് ഗാനത്തെക്കുറിച്ച് എന്താണ് ഈ ഗണഗീതം എന്നറിയോ? രാജ്മോഹൻ എത്രമാത്രം ഈ ഗണഗീതം എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ RSS ശാഖകളിൽ ആളുകൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് പാടുന്ന സാധനമാണ്. ഈ വട്ടത്തിലിരുന്ന് ഇവർ പാടുന്നത് മഹാഭൂരിപക്ഷവും സംഘസ്തുതികൾ, സംഘജീവിതത്തിൻ്റെ സ്തുതികളും ക്ഷേത്രവും അല്ലെങ്കിൽ ഹൈന്ദവാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മഹാന്മാരായ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുക. അതിൻ്റെ അകത്ത് ദേശവുമുണ്ട്. പക്ഷെ പരിപൂർണമായി രാജ്യത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു പാട്ടാണ് ഈ പരമപവിത്രമാം മണ്ണിൽ ഭാരതാംബയെ പൂജിക്കുക എന്നുള്ള ഈ സാധനം. പരിപൂർണമായി ദേശസ്നേഹം. അതിൻ്റെ അകത്ത് സംഘപരിവാറിനെ കുറിച്ചില്ല, ഹിന്ദു ദൈവങ്ങളെ കുറിച്ചില്ല, മറ്റേ എന്താ പറയുക RSSനെ കുറിച്ചില്ല, അല്ലെങ്കിൽ പഴയ നേതാക്കന്മാർ ഒന്നുമില്ല. ആകെ അതിൻ്റെ അകത്തുള്ളത് പരിപൂർണമായും ദേശം. അത് ഇത് RSSന്റെ ഗണഗീതം അല്ലെങ്കിൽ ഇതൊരു ദേശഭക്തിയാണ്. അതിന്റെ വേറൊരു രീതിയിലാണ് ദൈവമേ കാത്തുകൊള്ളു എന്നുള്ള ദൈവദശകത്തിന്റെ അകത്തുള്ള ദൈവത്തെ പറയുന്നത്. പക്ഷെ അത് ഭയങ്കരമായ ആത്മീയതയാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അസാധാരണമായ ദേശസ്നേഹം. ഇത് ഗണഗീതം എന്നുള്ളൊരു ബ്രാക്കറ്റ് അതിനുണ്ടായിരുന്നില്ലെങ്കിൽ അത് CPM-കാർ പോലും പാടിയുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇത് കേൾക്കുമ്പോഴാണ് പേടി. ഞാൻ പറഞ്ഞ ഇവർ RSSന്റെ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് കലിപ്പില്ല. ഇവർക്ക് ദേശസ്നേഹം കേൾക്കുമ്പോൾ കുരുപൊട്ടും. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന എന്താണ് ഈ പണി? ഇപ്പം എന്നെ സംഗീതം എന്ന് വിളിക്കുന്നുണ്ട്, അതിൽ നിന്നും സാധാരണ മനുഷ്യനെ കരുതുന്നത് അപ്പോൾ സത്യം പറയുന്നത് ഇത് തന്നെയല്ലേ, ഇതാ ഗണഗീതം പാടില്ല. ശരി, അപ്പൊ ദേശസ്നേഹം പറഞ്ഞ സംഖ്യയാണ്. അല്ല, ചൈന അവർ കൺട്രി എന്ന് എഴുതിയ ആളുകളാണ്. അപ്പൊ രാജ്മൻ ഇതിൻ്റെ അകത്ത് പറ്റിയത്, എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം 2-3 കാര്യങ്ങൾ. ഈ പാട്ട് പാടിയിരുന്ന ആളുകൾ മുസ്ലിം കുടുംബമായിരുന്നു. ആ പാട്ട് പാടിയ ആ മനുഷ്യനും. അപ്പോൾ പലരും കരുതി ഇവൻ സംഖ്യയാണെന്ന്. അവൻ മുസ്ലിമായിരുന്നു. അവനും അവൻ്റെ കുടുംബമാണ് ഈ പാട്ട് കുടുംബം എന്നറിയപ്പെടുന്നത്. ഇവർ കൂസലില്ലാതെ അതിൻ്റെ അകത്ത് ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവനവിടെ വന്ന് ഒരു ചെറുക്കം വന്ന് മുണ്ടും പടക്കി വരട്ടു വന്നു. അവൻ മൈൻഡ് ചെയ്യാതെ ചെവി കേട്ടിട്ട് അവൻ പാടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടോ ആ പാട്ട് കഴിഞ്ഞ് അവരിറങ്ങിയപ്പോൾ 2-3 പേരോട് വന്നു. അവരിത് പറയുന്നത് കേൾക്കുന്നു. പക്ഷെ അവൻ പാട്ടിൻ്റെ ആ താളം പോലും തെറ്റിക്കാതെ പാടുന്നു. പിന്നെ കാണുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവർ ഇടുന്ന ചിത്രം ഞങ്ങളെ ദേശാഭിമാനി ചെയ്യുന്നത് കണ്ടുവെന്ന് ചോദിച്ചാൽ ഈ പാടിയവരെ ഞങ്ങൾ മര്യാദ ഇതാണല്ലോ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി. ബാക്കി ഭാഗം കാണുന്നില്ലല്ലോ. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? അതല്ല. ശ്രീനാദേവി കുഞ്ഞമ്മയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അവര് ഇടതുപക്ഷത്തിന്റെ സീറ്റിലെ 5000 വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെയാണ് അവര് UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നു റിസ്ക്കാണ്, അവരുടെ കുത്തക കോട്ടയാണ്. അവർ ഞാൻ അവിടെ മത്സരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒരിക്കലും CPM LDF-കാർ കരുതിയില്ല ഇവർ ജയിക്കുമെന്ന്. ഇവർ ജയിച്ചു. ഇവരെന്നാ ചെയ്തേ? ആദ്യം തന്നെ തോറ്റെന്നങ്ങ് അടിച്ചു. കുറച്ച് ദിവസം വാർത്ത കൊടുത്തു. നമ്മൾ കൊടുത്ത് പറയട്ടെ, ആളുകൾ സമ്മതിച്ചു. ഇന്നലെ എന്നോട് പറഞ്ഞു അറിഞ്ഞിട്ടില്ല. ലോകത്ത് എല്ലാവരും കൊടുത്തു എനിക്ക് തോന്നുന്നു. ആ നേരത്തെ നമ്മളെല്ലാം ഞെട്ടിപ്പോയി. നമ്മളപ്പോൾ വിളിച്ച് ചോദിക്കാൻ ചെയ്ത് എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ തന്നെ അറിഞ്ഞു അങ്ങനെ അല്ലാതെ. അപ്പൊ അവരെ കുറച്ചു നേരമെങ്കിലും ചെറുതാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്തു. ഇനി ഇത് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഈ ഗണഗീതത്തോടുള്ളവരുടെ ഭയം നമ്മൾ തീർച്ചയായിട്ടും അതെ. എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്ന ഒരു പാട്ട് പാടുമ്പോൾ അതൊക്കെ ദേശവിരുദ്ധമാണെന്ന രീതിയിലാണ് ഇവരും പറയുന്നത്. ഒരു കാര്യത്തിലൂടെ കടന്നിട്ട് നമുക്ക് മേജർ വിഷയത്തിലേക്ക് പോകാം. ഇന്ന് NDTVയുടെ സർവേ വന്നിട്ടുണ്ട്. അത് ആധികാരികതയുള്ള NDTVയുടെ സർവേ എപ്പോഴും കേട്ടോ, അത് സത്യമാണ്. പലപ്പോഴും അതിനോട് അടുത്ത് തന്നെ വരാറുണ്ട് പലപ്പോഴും സർവേ ഫലങ്ങൾ. അതനുസരിച്ചാണെങ്കിൽ പഴയ NDTV അല്ല ഇപ്പോഴത്തെ NDTV.
അത് മനസ്സിലായി. മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ മാനേജർ മാറിയിട്ടുണ്ട്. സഹാക്കളായിരുന്നു. ഇപ്പം പണ്ട് പ്രണവ് റോയിയുടെ അതിന്റെ ഭാര്യ രാധിക റോയ്, മറ്റേ നമ്മുടെ പ്രകാശ് കാരാട്ടിന്റെ അദാനിയുടെയാണ്. വ്യത്യാസമുണ്ട്. എന്നിട്ട് പറ. അല്ല, എന്തായാലും അവര് ഈ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ 52% പേര് ഈ സർക്കാരിനെ എതിർക്കുന്നു. മോശം എന്ന് പറയുന്നതിന് വളരെ മോശം 52% എതിർക്കുന്നവർ. പക്ഷേ UDF LDF തമ്മിൽ UDF LDF ജയിക്കുന്നിടത്ത് 3% 3.5% ഗ്യാപ്പ് കുറവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സർവേയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് VD സതീശന് ഒന്നാമത് എത്തുന്നുള്ള 22%. പിണറായി വിജയൻ രണ്ടാമത് 18%, 4%. അത് വലിയൊരു മാറ്റമാണ്. കാരണം പിണറായി CPM വിരുദ്ധ വികാരോട് ഉള്ളപ്പോഴും നമ്മൾ പല സർവേകളും നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയായിട്ട് ആരെ എന്ന ചോദ്യത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനത്ത് പിണറായി ആയിരുന്നു. സർക്കാരിന് ഇഷ്ടമല്ല, പക്ഷെ പിണറായിയെ ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി അല്ലാതെ മറ്റൊരു നേതാവില്ലായിരുന്നു. അവിടെ മുമ്പിൽ സതീശനെത്തി എന്നത് വലിയൊരു നേട്ടം. അത് കോൺഗ്രസിനുള്ളിൽ സതീശന്റെ സ്റ്റാൻഡ് അടിയുറപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. കാര്യം സതീശന്റെ തൊട്ട് മുന്നിൽ കോൺഗ്രസിൽ അടുത്ത ആളെന്ന് പറയുന്നത് ശശി തരൂരാണ്. അത് 10%. അല്ലല്ല, അങ്ങനെ അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇവർ കൊടുത്തിരിക്കുന്ന 2 പേരായിരിക്കും. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് 2 പേര് കൊടുക്കും. മനസ്സിലായി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയനും ശൈലജ ടീച്ചറും ശശി തരൂറും സതീശനും വേറെ ആരുടെ പേര് കൊടുത്തില്ല, ചെന്നിത്തലയുടെ പേര് കൊടുത്ത് കാണത്തില്ല. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന് 16% പിന്തുണ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. അതായത് ഇവരുടെ കണക്കനുസരിച്ച് 22%-ൽ സതീശനെ, 18%-ൽ പിണറായിക്ക്, 16% അല്ല 16% ശൈലജ ടീച്ചറിന്, തൊട്ട് പിന്നാലെ ഏതാണ്ട് 15-14% രാജീവ് ചന്ദ്രശേഖരൻ. പക്ഷെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർ പിണറായിക്കും ശൈലജ ടീച്ചറുടെ സ്പ്ലിറ്റ് ആവും. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർ ശശി തരൂരിനും VD സതീശനും സ്പ്ലിറ്റ് ആവും. ഇത് രണ്ടും കൂടെ കൂട്ടിയാലും കൂടുതൽ കോൺഗ്രസ്, പക്ഷെ വലിയ വ്യത്യാസമില്ല. BJPക്ക് ഒരു സ്ഥാനാർത്ഥി വെച്ചിട്ട് പലപ്പോഴും ഈ സർവേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാളുടെ പേര് വെക്കരുത്. 2 പേരുടെ എല്ലാവർക്കും കറക്റ്റാണ്. കാരണം BJPയുടേത് ഈ ഒരു പേര് നമ്മൾ കാണുന്നുള്ളൂ, അടുത്തൊരു പേര് നമ്മൾ കാണുന്നില്ല. അപ്പൊ അതിനാണ് സാധ്യത. അതാണ് സാധ്യത. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് സൂചനയാണ് സമസ്ത മേഖലകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിവേ, നമ്മൾ ഈ ഉപവിഷയങ്ങളിലൂടെ കടന്നു വന്ന് മെയിൻ വിഷയത്തിലേക്ക് കടന്നു. ഒരു വിഷയം കൂടെ കുട്ടികളെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞത്. നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ ആ വീഡിയോ കണ്ടു. ഞാൻ രാവിലെ വീഡിയോ കണ്ടു. എനിക്കൊരു പോലീസുകാരൻ അയച്ചു തന്നു. എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പോലെ അന്വേഷിച്ചു വരിക. ഇപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. പോത്താനിക്കാട്, എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് ഉള്ള ഒരു സ്ഥലത്താണ് ഒരു അത് രസകരകാര്യം, പഴയ ഒരു പോലീസ് ഔട്ട് പോസ്റ്റിലിട്ടാണ് ഈ കുട്ടിയെ തല്ലുന്നത്. 15 വയസ്സുകാരനെ സമപ്രായക്കാരായ 2-3 പേരൊന്നും ഭീകരമായി. എൻ്റെ രാജ്മോഹൻ, ആ വീഡിയോ കണ്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിപ്പോയി. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഭയപ്പെടുത്തുന്നൊരു വീഡിയോ. നിർഭാഗ്യവശാൽ ആ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാനോ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാനോ ആ ക്രൂരത ചെയ്തവരെ കുറിച്ച് പറയാൻ നമുക്ക് അനുമതിയില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു നിയമം എന്ന് പറയുന്നത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഒരു ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ അകത്ത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രതികളെയാണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് എന്നാണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് അവരെ ക്രൈം ചെയ്ത അക്യൂസ്ഡായിട്ടോ പ്രതിയായിട്ടോ പറയുന്നില്ല. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് അവരുടെ ഡിസോർഡറിന്റെ ഭാഗമായിട്ടുള്ള ഇതായിട്ട്. അപ്പൊ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല ഒരു തരത്തിൽ അവരെ കുറിച്ച്. ഈ വീഡിയോ കാണുന്നതിന് ഒരു പയ്യൻ യൂണിഫോം ഇട്ട്, നല്ല മര്യാദയ്ക്ക് യൂണിഫോം ഇട്ടൊരു പയ്യൻ, ഈ പയ്യൻ ഒരു മുറിക്കകത്ത് 3-4-5 പിള്ളേർ, 5-8 പിള്ളേർ കൂടി വിചാരണ ചെയ്യുന്നു. ആദ്യം ഒരുത്തൻ തല്ലുന്നു. ഇവൻ വളരെ ശാന്തശീലനായി അങ്ങനെ നിന്ന് അവൻ്റെ മുഖത്തൊരു ഭാവമാറ്റമില്ല. അവൻ അതിനോട് പ്രതികരിക്കാൻ നോക്കുന്നു. തൊട്ടു പിന്നാലെ വേറൊരുത്തൻ തല്ലുന്നു. വീണ്ടും ചോദ്യങ്ങൾ ചെയ്യുന്നു. അവിടെ നിന്ന് വേറൊരുത്തൻ തലക്കിട്ടടിക്കുന്നു. അപ്പോൾ അവൻ തല തിരുമുന്നുണ്ട്, നല്ല ശക്തിക്ക് അടിക്കുന്നത്. പലരും ഇവനെ അടിച്ചപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ ഇവൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പലതവണ അടിച്ചപ്പം ശാന്തശീലനായിരുന്നു, മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഏതൊരു ദുർബല നിമിഷത്തിൽ പയ്യൻ തിരിച്ചടിച്ചു. പിന്നെ കാണുന്ന കാഴ്ച, ആ ഒരു കൂട്ടം മുഴുവൻ, ഒരു 8-10 പിള്ളേർ ഇവനെ വളഞ്ഞിട്ട് ക്രൂരമായി അടിക്കുവാണ്. എന്നിട്ട് അവൻ്റെ നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്നുള്ളൂ, ഇവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ പയ്യന് ഇനി എത്ര കാലം ജീവിച്ചാലും അവൻ ഈ അടിയുടെ ആഘാതം, ഈ തല്ലെന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന തല്ലെന്ന് പറഞ്ഞാൽ അത് ഇളം ശരീരം നോക്കണം. നമ്മൾ ആ പിള്ളേർ കഞ്ചാവാനാണ് സാധ്യത.
അതെ, സ്വയബുദ്ധിയുള്ള ആരും ഇമാതിരി ചെയ്യത്തില്ല. ക്രൂരമാണ്. നമ്മുടെ കുട്ടികൾ എങ്ങനെ ഇങ്ങനെ മാറിയിരിക്കുന്നത്. 16-കാരനും 14-കാരെ കൊന്നത് നമ്മൾ കണ്ടതല്ലേ കേരളത്തിൽ. എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കുട്ടികൾ നമ്പർ ഒന്നാണെന്ന് പറയുകയും ചെയ്യും എല്ലാ കാര്യത്തിലും. ഭീകരം. എന്നിട്ട് ഈ കുട്ടികൾ മാതാപിതാക്കളുടെ പരാതിപ്പെട്ട് ഈ വീഡിയോ ഒക്കെ ഇവിടെ പുറത്ത് വരുന്നത്, എന്നിട്ട് സെറ്റിൽ ചെയ്ത് വിട്ടു പോലീസ്. മറ്റേ പിള്ളേർ അച്ഛനമ്മമാരെന്ന് കരഞ്ഞ് പറഞ്ഞപ്പം സെറ്റിലായെന്ന്. ഇത് ഈ കുട്ടികളെ മാതൃകാപരമായി ഇപ്പം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസുണ്ട്, പക്ഷേ ഇന്നലെ ഇവർ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ കേസെടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കൊടുത്തു, പിന്നെ കൊണ്ടുപോയി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ്, കോടതിയല്ല. അല്ല, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ജില്ലകളിലുണ്ട്, ഒരു ജഡ്ജുണ്ട്, ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്, കൂടാതെ സോഷ്യൽ വർക്കറെ, അങ്ങനത്തെ ആളുകളില്ല. എന്നിട്ട് ഇവരെ വീട്ടിൽ തിരിച്ചു പറഞ്ഞു വിടുന്നത്. അത്ര പ്രൊട്ടക്ഷനാണ്. പക്ഷേ ഈ കുട്ടികളെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ ഭാവിയിലെ വലിയ കൊടും ക്രിമിനലുകളായി മാറും. കാരണം അവർക്ക് മനസാക്ഷിയില്ല, ബലേശമില്ല, ഏതറ്റം വരെ പോയി ഉപദ്രവിക്കാൻ. സ്വയബുദ്ധിയോടെ ആയിരിക്കില്ല ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ നമ്മൾ കരുതേണ്ടി വരും. ഭയങ്കര ഞാൻ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു. നമ്മൾ കഴിഞ്ഞ ദിവസം വേറെ കാര്യം ലൂസ്റ്റോക്കിൽ പരാമർശിച്ച് പോയിട്ടുണ്ടായിരുന്നു. വെള്ളം ദേഹത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവർ ദേഹം മുഴുവൻ വെള്ളം കൊണ്ട് ഒഴിക്കുന്നത്. അതെ അതെ, നമ്മുടെ കാലം ഒരുപാട് മാറിപ്പോയിരിക്കും. നമ്മൾ മേജർ വിഷയത്തിലേക്ക് കടന്നു വരേണ്ടതുകൊണ്ട് നമ്മൾ ഇതും അവസാനിപ്പിക്കണം. ചെറുകിട വിഷയങ്ങൾ ഒരുപാട് കടന്ന് നമ്മൾ മേജർ വിഷയത്തിലേക്ക് വരുന്നു. അത് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു പോയ ഈ റെയ്ഡാണ്, ശബരിമല ഇ ഡിയുടെ റെയ്ഡാണ്. അപ്പം ഈ എന്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദാംശം എന്ന് പറഞ്ഞു. വിശദാംശങ്ങൾ അവർ പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെല്ലാവരും തന്നെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട്, രൂപയും ആസ്തികളും ഒക്കെ തന്നെ. ഇത് കണ്ടുകെട്ടാനുള്ള നീക്കം ഇ ഡി ഉടനെ നടത്തും എന്നാണ് പറയപ്പെടുന്നത്. 26 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. 26 ഇടങ്ങളിൽ. ആ 26 ഇടങ്ങൾ എന്ന് പറഞ്ഞത് ഈ 13 പ്രതികൾ, ഇപ്പം SIT ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന 13 പ്രതികളാണ്. നമ്മുടെ പത്മകുമാർ മുതൽ താഴെ വരെ ഈ 13 പ്രതികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവരുമായി അസോസിയേഷൻ ഉള്ളവരുടെ സ്ഥാപനങ്ങളിലുമൊക്കെയാണ്. അതാണ്ട് 36 ഇടങ്ങളിലും 26 ഇടങ്ങളിലും 8 സ്ഥാപനങ്ങളിലും വീട് കൂടാതെ ഈ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് ഇതിൽ ഇവരെ അത്ഭുതപ്പെടുത്തിയത് ഇ ഡിയുടെ. അപ്പം ഇ ഡി എന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛമാണ് നമുക്കൊക്കെ പൊതുവെ. ഇ ഡി എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർക്കൊന്നും ഇ ഡി എന്ന് പറഞ്ഞാൽ ഒരു തമാശയാണ്, വലിയ കഥയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇ ഡി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ 2019 മുതൽ 2024 വരെയുള്ള ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 6.4%. 6.4%. ഏതാണ്ട് 950 കേസെടുത്തിട്ട് 46 കേസിലെ പണിഷ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഇ ഡി. സത്യം പറഞ്ഞാൽ ഇ ഡി ഒരു രാഷ്ട്രീയ ടൂളാവുന്നു എന്നുള്ള ആരോപണത്തെ ശരിവയ്ക്കുന്നത് പാർലമെന്റിൽ അവതരിപ്പിച്ച കൺവെൻഷൻ. അഴിമതി ഉണ്ടാവുന്നു, അറസ്റ്റിലാവുന്നു, മാറ്റുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കേന്ദ്രസേന വളരെ ജാഗ്രതയോടുകൂടി ചില കേസുകൾ എടുക്കുന്നതിൽ ഒന്നായി വേണം ഇതിനെ കാണാൻ. നമ്മളിതിനകത്ത് ഇതിലേക്ക് വരുമ്പോൾ നമ്മളിതിലേക്ക് വരുമ്പോൾ നമ്മൾ 3 വർഷം മുമ്പ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ കേരളത്തിൽ നടന്നിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓപ്പറേഷൻ. അത് NIA ആയിരുന്നു. അത് രാവിലെ 3 മണിയായപ്പോൾ വീടുകളിലെത്തി. ആ NIA ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കാലിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന വിമാനം, ഒരു വ്യോമസേനയുടെ മറ്റേ കരസേനയുടെ എന്ന് തോന്നുന്നു, അത് വ്യോമസേനയുടെ ഒരു വലിയ വിമാനം കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ വിമാനം എന്തിനു വന്നു എന്ന് ആർക്കും അറിയില്ല. അതിനു മുമ്പ് തന്നെ ഈ CRPF ഉദ്യോഗസ്ഥർ പല സ്ഥലങ്ങളിലെത്തുന്നു. ഈ NIA ഉദ്യോഗസ്ഥർ 1-2 പേര് ഈ വീടുകൾ. അപ്പം എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൗതുകമുണ്ട്, ആ കഥ ഞാൻ ആവേശത്തോടെ ഇപ്പോൾ ഓർത്തിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ ആർക്കും കയറാൻ പറ്റുന്നൊരു ഏറിയുണ്ട്. ഇവിടെ പോലീസ് കോവിഡ് കാലത്ത് പോലീസ് പരിശോധന നടത്തുമ്പോൾ പോലും ആരും ചെല്ലത്തില്ല. അവിടുത്തെ രാജാവും രാജ്ഞിയും പ്രജയും എല്ലാം അവരാണ്. അത്രമാത്രം അവിടെയുള്ള ഒരുത്തൻ ഇവരുടെ ടാർഗറ്റിലുണ്ടായിരുന്നു. അപ്പം ആർക്കും അടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവരെ അപ്പം തന്നെ 1000 കണക്കിന് ആളുകൾ വളഞ്ഞുകൂടുത്തുമാണ്. ആർക്കും ചെയ്യാൻ പറ്റും. ഈരാറ്റയുടെ പ്രത്യേകത പലപ്പോഴും ഈ അവരുടെ ഇപ്പോഴല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നല്ല കാലത്ത് ഈരാറ്റുപേട്ട നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു വണ്ടി ഒന്ന് ഉരസിയാൽ പോലും തീർന്നാലും ആ അവസ്ഥയായിരുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇവിടേക്ക് ചെന്ന് വാതിൽ മുട്ടുന്നു. അവർക്ക് ഭയങ്കര ധൈര്യമാണ്, ഇറങ്ങി വരുന്നു. ഞൊടിയിടയിൽ ആളുകൂടി. രാവിലെ 3:30 മണിക്കാണ് ഞൊടിയിടയിൽ ആളുകൂടി. പക്ഷേ അവർ നോക്കുമ്പോൾ കാണുന്നില്ല മറ്റേ AK-47 അല്ലല്ലോ, വലിയ പടാന്ന് പഠിച്ച സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള യന്ത്ര തോക്കുകൾ കൊണ്ട് ഇവന്മാർ നിൽക്കുവാണ് കൂളായിട്ട്. അവർ മൈൻഡ് ചെയ്യുന്നില്ല. തോക്കോട് തൂക്കി കിടക്കുന്നു, അവർ കൂളായിട്ട് നിൽക്കുന്നു. 2 ഉദ്യോഗസ്ഥന്മാരെ അവരിവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. സകലരും മാറിക്കൊണ്ടു.
അതാണ് ഇവരെങ്ങനെയാണോ ഭയം സൃഷ്ടിച്ചിരുന്നത് അതേ തരത്തിലുള്ള ഭയം സൃഷ്ടിച്ചാണ് ഇവരും കൊണ്ടുപോയത്. ഇതുപോലെ സാധനം ഇവരെ കയ്യിൽ ഒരിക്കലും കാണില്ല, ജീവിതത്തിൽ കണ്ടു കാണത്തില്ല. ഇതിന് സമാനമായ ഒരു കാഴ്ചയാണ് ഇന്നലെ കേരളം കണ്ടത്. ഇതിനു മുൻപ് ED ഇപ്പം നമ്മൾ അവിടെ പോകുന്ന നോട്ടീസ് അയക്കുന്നു, അല്ലെ അവിടെ ചെന്ന് വിളിക്കുന്നു, ചോദിക്കുന്നു, പറയുന്നു. ഏതാണ്ട് 110ഓളം ED ഉദ്യോഗസ്ഥന്മാർ. ED എന്ന് പറഞ്ഞാൽ കൊച്ചിയിലും കോഴിക്കോടും 2 ഓഫീസുണ്ട്. 110ഓളം ED ഉദ്യോഗസ്ഥന്മാർ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ED ഓഫീസ് അല്ല, ബാംഗ്ലൂരിൽ നിന്നും അല്ലേ തന്നെ ഏത് മലയാളിയാണ് കൊച്ചി ഓഫീസിൽ മലയാളി കാണാൻ പറ്റുമോ? മലയാളി വളരെ കുറവാണ്. ഈ EDയിലെ 4 ED ഓഫീസിൽ നിന്നും 110 ഉദ്യോഗസ്ഥന്മാരും ഓരോരുത്തർക്കും 1-2 പേര് വീതം അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഓരോ സംഘത്തിനും മറ്റേ അന്ന് ഈരാറ്റുപേട്ട് പോയ മറ്റേ യന്ത്രത്തോക്കുമായിട്ട് ആൾക്കാരെയാണ് കൊടുത്തത്. ഏത് മാത്രം SIT അറിഞ്ഞില്ല, കേരള പോലീസ് അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. രാവിലെ 7 മണിക്കും 6 മണിക്കും ഇവർ വീട് ചെല്ലുമ്പോഴായിട്ട് കാണുന്നത്. ഈ വാസുവിന്റെ വീട്ടിൽ തട്ടി വിളിച്ചിട്ട് അവർ ഉറക്കണിട്ട് വരുമ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട് അതിനകത്ത്. CBI ഇതിനേക്കാൾ കഷ്ടമാട്ടോ. CBI അവരുമായി ബന്ധപ്പെട്ട് 3 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്, 7 മണിക്ക് 3 മണിക്ക്. കാരണം ഉറക്കത്തിൽ വിളിക്കുമ്പോൾ എന്താണ് പറയുന്നത് പറയൂല. രസകര കാര്യം ഇന്നലെ ഞങ്ങളോട് ഡെസ്ക് സംസാരിക്കുകയായിരുന്നു. ഈ വിഷ്വലുകൾ കാണുമ്പോൾ വീട്ടിലെ റേഡിന്റെ കാണുമ്പോഴേ ഈ ഓരോരുത്തന്മാരുടെയും വീടിന്റെ വലിപ്പം നമ്മൾ ഞെട്ടിപ്പോകാൻ കാണുമ്പോൾ ഒരാളുടെ വീട്ടിൽ 3 ആഡംബരക്കാർ നിരന്ന് കിടക്കുന്നുണ്ട്. ഇവർക്ക് വെറും ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരുന്ന ആളുകൾക്ക് ഇതിനുള്ള വരുമാനം ഇവിടെ ആദ്യം അന്വേഷിക്കണമായിരുന്നു. ഇത് ആരാ നോക്കണം? ഇതിനകത്ത് ഒരുപക്ഷെ പങ്കജ് ഭണ്ഡാരി ആയിരിക്കും. അല്ല, കേരളത്തിലെ വീട്, അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ വീട് എനിക്ക് വാസുവിന്റെ വീടാണെന്ന് തോന്നുന്നത്. എല്ലാം പടുകൂറ്റ വീടുകളാണ് എല്ലാവരും വീട്. ആരാ മോൻ? വാസു വളരെ ചെറിയ പ്രായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ജുഡീഷ്യൽ അത് കഴിഞ്ഞ് അയാൾ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് മറ്റേ ട്രിബ്യൂണലിൽ ജുഡീഷ്യൽ ട്രിബ്യൂണലിന്റെ ജഡ്ജ് എന്നാണ് പറയുന്നതെന്നുള്ളൂ. അത് കഴിഞ്ഞ് അയാൾ CPMന്റെ അതേ ലേബലിൽ കമ്മീഷണറായി, ദേവസ്വം കമ്മീഷണറായി, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. ആ വാസു അവിടെ ഇരുന്നോട് കട്ടുമുടിക്കുക മാത്രമല്ല ബാക്കിയെല്ലാം കട്ടുമുടിച്ചിട്ട് ഇയാൾ അവിടെയുള്ള ക്ഷേത്രം തകർക്കാനുള്ള CPMന്റെ സദാചാര ഗൂഢാലോചനയിൽ പങ്കെടുത്തു. ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഈ സർക്കാരിന് വേണ്ടി സുപ്രീം കോടതി പോയി സകല പണി ഒപ്പിച്ചു കൊടുത്ത ഈ വാസുവാണ്. അതായിരിക്കും ഇന്നലെ ദേവസ്വം ബോർഡ് ഓഫീസിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് ED സംശയം പ്രകടിപ്പിച്ചത് ആധാര ലംഘനം നടത്തുന്നതിന് ഇവർ. അല്ല, രാജ്മോഹൻ, സ്വർണം മോഷണം ഇതാണൊരു വിഷയം. ഇവിടെ എല്ലാ ഈ പൂജകളെ എല്ലാത്തിനും അഴിമതി, എല്ലാത്തിനകത്തും തട്ടിപ്പ്. പിന്നെ ഇന്നത്തെ കാര്യം ആന്ധ്രയിലെയും കർണാടകയിലെയും മറ്റേ തെലുങ്കിലെയും ഒക്കെ തെലുങ്കിലെയും തമിഴ്നാട്ടിലെയൊക്കെ ഈ ഭക്തര് അവർ കടുത്ത അയ്യപ്പ ഭക്തരാണ്. അവർക്ക് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ അയ്യപ്പനെ വന്ന് കണ്ട് തൊഴുത് പാർട്ണറായി പോലും കണക്കാക്കുന്ന ആണ്. അവരിവിടെ അയ്യപ്പനെ കണ്ട് തൊഴുത് അവിടെ ചെന്ന് അവരുടെ ജീവിതത്തിൽ സമൃദ്ധി വളർച്ചുണ്ടാകുമ്പോൾ ഇവർ കൊണ്ട് ഇടുന്നത് വലിയ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ രൂപങ്ങളും കെട്ടുകണക്കിന് നോട്ട്. ഇതൊന്നും കണക്കിലില്ല. ഇതൊക്കെ എന്തെങ്കിലും കുറച്ച് കാണിച്ചിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ SN ട്രസ്റ്റിൽ ഡൊണേഷൻ മേടിക്കുന്നില്ല, ഒന്നും കണക്കിലില്ല, ഒരു സാധനം കണക്കിലില്ല. എന്നിട്ട് ഇതെല്ലാം എങ്ങനെ ചെലവഴിക്കുന്നു? അവിടെയാണ് കള്ളപ്പണത്തിന്റെ സ്കോപ്പ്. ഇത് ചെലവഴിക്കണ്ടേ? അപ്പം ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇവർ CPM ഞെട്ടിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് ഓഫീസിൽ വന്നതാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ഇവർക്ക് ED വരും എന്നറിയാമായിരുന്നു, പക്ഷെ അവർ ഗവനിച്ചില്ല. ED ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതും പോകുന്നതും നോട്ടീസ് കൊടുക്കുന്നതൊക്കെ ആണല്ലോ. ഇത്രയും സന്നാഹത്തോടു കൂടി ED വരുമെന്ന് അവരാരും സ്വപ്നത്തിൽ കരുതിയില്ല. പക്ഷേ EDയുടെ വരവരെ 1.5 വരവായി പോയി. ദേവസ്വം ബോർഡ് രാവിലെ 7:20 ചെല്ലുന്നത്. 7:20 ദേവസ്വം ബോർഡ് ചെല്ലുമ്പോൾ ആരും ഇല്ലല്ലോ. 10 ഒരു ഉമ്മാർ വരുന്ന എപ്പോഴെങ്കിലും വന്ന് 11 മണിക്ക് ഒന്ന് ഒപ്പ് വെച്ചിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു. എന്നിട്ട് അവന്മാരെ സർക്കാരിൻ്റെ അനുവാദം മേടിക്കാൻ വേണ്ടി മണിക്കൂറുകൾ നോക്കിയിരുന്നിട്ട് 9:30 വന്നപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് ശബരിമലയുടെ ഫയൽ മുഴുവൻ പൊക്കി. ഈ കിട്ടാനില്ലെന്ന് പറഞ്ഞ ഈ ഫയൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതെല്ലാം തട്ടിക്കൂട്ട ഇടപാടുകളാണ്. ഇവിടെ എല്ലാ ഇടപാടുകളുടെയും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അപ്പം ഈ CPMന് നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്ന് വെച്ചാൽ CPM മാത്രമല്ല കേട്ടോ. കാരണം ED അന്വേഷിക്കുമ്പോൾ പഴയതെല്ലാം അന്വേഷിക്കും. പക്ഷേ എങ്കിൽ പോലും CPM ആണ് EDക്ക് 10 വർഷം വരെ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. പുറകോട്ട് 10 വർഷം. പിറകോട്ട് 10 വർഷം ED നോട്ടീസ് അയക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ED ആർക്ക് നോട്ടീസ് അയച്ചാലും നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ അസറ്റ്, മൂവബിൾ ആൻഡ് ഇമൂവബിൾ അസറ്റ്, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളെ ക്ലോസ്ഡ് ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവർക്ക് ക്ലോസ്ഡ് അക്കൗണ്ടിലാണ് പിടിക്കുക. അതും 10 വർഷം ക്ലോസ് ചെയ്ത് തന്നെ കൊടുക്കണ്ട. ടാക്സ് റിട്ടേൺ ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ED വന്ന് ഇത് ദേവസ്വം പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ SIT ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ ഫോക്കസ് ചെയ്തിരുന്നത് മുഴുവൻ
CBI വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. CBI വരാതിരിക്കാൻ ഒരു പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷേ ED ഇത്രയും വലിയൊരു വരവ് വരുന്നവർ പ്രതീക്ഷിച്ചില്ല. ആസ്ഥാനത്തിന് പ്രതീക്ഷിച്ചു. മാത്രമല്ല ഏതെങ്കിലും ഈ കൊച്ചിയിലൊക്കെ കുറച്ച് ഇടനിലക്കാരുള്ള ED ഓഫീസർമാരുണ്ട്. പക്ഷേ ഇത് 3-4 ED ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന സംഭവമാണ്. അപ്പം ഇവരെല്ലാം കൂടി ഈ അന്വേഷണമൊക്കെയും ഫയൽ വരികയും ചെയ്യുമ്പോൾ ഇത് അടിസ്ഥാനപരമായി ചെല്ലാൻ പോകുന്നത് CPMൻ്റെ മൂട്ടിലോട്ട് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 10 വർഷം അയ്യപ്പനെ തകർക്കാൻ അവരെ നടത്തിയ ഗൂഢാലോചനയുടെ ഭംഗി ഇവരടിച്ചു മാറ്റിയിരിക്കുന്ന കോടികളുടെ കണക്കുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പട്ടണത്തിൽ വാർത്താ സമ്മേളനം നടത്തി. അതിന് ബോഡി ലാംഗ്വേജ് ഉണ്ട്, അദ്ദേഹം ആകെ ഭയന്നിരിക്കും പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇന്നും നടത്തിയോ? പത്രസമ്മേളനം നടത്തിയിരുന്നു, പക്ഷേ അധികം സംസാരിച്ചില്ല. ഈ പോറ്റിയായിട്ടുള്ള ബന്ധം, പോറ്റിയെ നേരത്തെ അറിയാവുന്നതാണല്ലോ ഇപ്പം വന്നിരുന്നത്, പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ അതുവഴി പോയപ്പോൾ പോറ്റിയെ വിളിച്ചു, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാൻ പറഞ്ഞു, അങ്ങനെ കയറി. ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്തോ കാരണത്താൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ വലിയ തോതിൽ വാർത്ത വരുന്നില്ലെന്നേ ഉള്ളൂ. അതെ. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പെട്ടിട്ടുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ ടെലിഫോണിൽ വിളിക്കുന്ന 2 ടെലിഫോൺ സംഭാഷണം എനിക്ക് കിട്ടി. ഒരാൾ വിളിച്ചിട്ട് ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. അണ്ണ അല്ലല്ല കൊടുത്തില്ല, എനിക്ക് ഇന്നലെ ആ വിളിച്ച സ്ത്രീ തന്നെ എനിക്ക് അണ്ണപ്പം ഞാൻ എന്നാ ചെയ്യണം അണ്ണ, അയ്യപ്പൻ്റെ സ്വർണ്ണം എന്നെ ഇങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ വേറൊരാൾ വിളിച്ചിട്ട് ഇനിയുണ്ടോ സ്വർണ്ണം വല്ലതും കിട്ടാൻ, അപ്പം ഇങ്ങനെ അപ്പോൾ നീ പോടാന്നൊക്കെ പറഞ്ഞാൽ കടകംപള്ളി തെറി വിളിക്കുന്നുണ്ട്. 2-3 വോയിസ് എൻ്റെ കിട്ടി. അപ്പം BJPയുടെ ഒരു പ്രകടനം അദ്ദേഹത്തിന് വീട്ടിലേക്കുണ്ടായിരുന്നു. അപ്പം കടകംപള്ളിയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ രൂപപ്പെട്ട് വരുമായിരിക്കും. എനിക്ക് തോന്നുന്നത് പത്മകുമാറും പോറ്റിയും മൊഴി കൊടുത്തപ്പം അവസാനം ഗതികെട്ടെല്ലാം വിളിച്ച് പറഞ്ഞാണ്. അതായിരിക്കും സംഭവിക്കാൻ സാധ്യത. എല്ലാം ഉന്നതം വാസു ചതിക്കത്തില്ല. പത്മകുമാർ ഗതികെട്ടപ്പോൾ എല്ലാവരും പേര് പറഞ്ഞാണ്. ഇത്രയും നാൾ അകത്ത് കിടക്കില്ലേ, ക്ഷമഘട്ടം പറഞ്ഞാണ് ആയിരിക്കാം. പക്ഷെ എന്തായാലും രാജ്മോഹൻ, ഇവർ ഈ യന്ത്രത്തോക്കുമായിട്ട് ഇവിടെ വന്നിട്ട് പിണറായി അക്ഷരാർത്ഥത്തിൽ വരേണ്ടിയിട്ടുണ്ട്. കാരണം എത്ര കേസുകളാണ് ഞാൻ പറഞ്ഞ ഇവരെ ഒരു വിധത്തിൽ ഒരു സെറ്റിൽമെൻറ്റിലാണ് പോയിക്കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം പലരും ആരോപിക്കുന്ന മാതിരി പിണറായിയും കേന്ദ്ര സർക്കാരും തമ്മിലൊരു അന്തർധാര ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണേ പോലും ഇത് ബാധ്യതയാണ്. കാരണം ഓരോ പുതിയ തലവേദന ഉണ്ടാകുമ്പോഴും സെറ്റിൽമെൻറ്റ് വേറെ ചെയ്യണ്ടേ. ഒരുപാട് ഇപ്പം മറ്റതെല്ലാം ഏകദേശം സെറ്റിൽ ചെയ്ത് ഇപ്പം മോണ കാര്യത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്ന കരുതുക, അല്ലെങ്കിൽ ഇപ്പം സ്വർണ്ണക്കടത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി വരിക. അങ്ങനെ സെറ്റിൽമെൻ്റ് എല്ലാം നടപ്പിലാക്കി വരും. സെറ്റിൽമെൻ്റ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞത് നമ്മൾ സെറ്റിൽമെൻ്റ് ആണെന്ന് പറയുന്നില്ല, സെറ്റിൽമെൻ്റ് ഉണ്ടെങ്കിൽ അതിന് ഈ സെറ്റിൽമെൻ്റ് ആണെന്ന് തിയറി അവതരിപ്പിക്കുന്നതിന് പറയുന്ന 2 കാര്യമുണ്ട്. എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചെന്ന് അവർ ചോദിക്കുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച 2-3 കാര്യങ്ങളെടുക്കും. ഒന്ന്, സുരേഷ് ഗോപി ജയിക്കാൻ കാരണം CPMമാരുടെ വോട്ട് കൊണ്ടല്ല, ജനപ്രിയ വോട്ട് കൊണ്ട്. പക്ഷെ സുരേഷ് ഗോപിക്ക് ജനപ്രിയ വോട്ട് കിട്ടാൻ കാരണം അതിനു മുമ്പ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തപ്പെട്ട കുറേ കള്ളക്കേസുകളും സുരേഷ് ഗോപിക്കെതിരെ ഗോവിളികൾ. ഇപ്പം മാതാവിന് കൊണ്ടുവന്ന് മാലയിടുന്നു, ആ മാലയുടെ പേര് ചെമ്പുഗോപി എന്ന് പേര്. ഒരു മാധ്യമപ്രവർത്തന കയ്യെ തൊട്ടു. ഈ കയ്യെ തൊട്ടതിൻ്റെ പേരിൽ പീഡന കേസെടുത്തു. ഈ പിണറായിക്ക് അറിയാവുന്ന പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മറ്റാർക്കും അറിയത്തില്ല. ഒരു വിഷയം ഉയർന്നു വന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല അവിടെ മറ്റേ പൂരത്തിൻ്റെ അല്ല, അതാ പറഞ്ഞു, അതാ ഞാൻ ചോദിച്ചത്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ പോലും ഈ സുമാരനാരെ രംഗത്തിറക്കി കളിക്കുന്നു, വാസവൻ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നു. ഇതൊക്കെ കൃത്യമായി ഹിന്ദു വോട്ട് ക്രോഡീകരിക്കുക, മുസ്ലിം ഹിന്ദു ഒരു വിരുദ്ധത ഉണ്ടാവുകയും അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ മുസ്ലിം ഭരണമാണ് എന്ന് തോന്നലുണ്ടാക്കുകയും അങ്ങനെ ഈ ഹിന്ദു വോട്ടുകൾ CPMന് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി അറിയാവുന്ന പിണറായി വിജയൻ ഈ പൂരം കലക്കവും. അന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പിണറായിയുടെ വിശ്വസ്തനായ അജിത് കുമാർ അന്ന് തൃശ്ശൂർ രാമനിലയത്തിലുണ്ട്. എന്നിട്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ ഇയാൾ മൊബൈൽ ഫോൺ ഓഫാക്കിയിട്ട് മൂവാമ്പേക്ക് പോയി ഈ പാതിരാത്രിയിലെ. അങ്കിത് എന്ന് പറയുന്ന ഒരു കമ്മീഷണറായിരുന്നു, കശിക്കൊല്ലംകാരനാണ്. അപ്പം അങ്ങേർക്ക് ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. അങ്ങേർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം പറഞ്ഞിട്ട് കലക്കൂ, തടയൂ, ആളുകൾ അങ്ങോട്ട് പോകരുത്, ഇവിടെ സീൻ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു പൂരം കലക്കി ഹിന്ദു വികാരം ഉണ്ടാക്കി കൊടുത്തു. നിരവധി കേസുകൾ അതിനു മുമ്പ് എടുത്ത് ഹീറോ ആക്കി കൊടുത്തു. നിരവധി ട്രോളുകൾ ഉണ്ടാക്കി. അങ്ങനെ സുരേഷ് ഗോപിയെ ഒരു വിന്നബിൾ മെറ്റീരിയലാക്കി മാറ്റിയത് പിണറായിയാണ്. ഇത് നമുക്ക് സാധാരണക്കാര ജനങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സ്വാഭാവികമായിട്ടും പിണറായി നിങ്ങോട്ട് തരാവിടാൻ രീതിയിലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഒരു അന്തർധാരയുണ്ട്. ഇതിൻ്റെ പോലെ തന്നെയല്ലേ എന്തുകൊണ്ടാണ് സിമ്പിൾ തിരുവനന്തപുരം നഗരസഭ ഒരുപക്ഷെ 2ാമത്തെ ആവശ്യമായിരിക്കും. തിരുവനന്തപുരം നഗരസഭയിൽ എന്തുകൊണ്ടാണ്
ഇക്കുറി വലിയൊരു പരാജയം ഉണ്ടായത് ആ ആര്യ രാജേന്ദ്രൻ ഇരുന്നുകൊണ്ടാണ്. അതെ, ആര്യ രാജേന്ദ്രനെ പോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരി ഒരു പെൺകുട്ടിയെ പിടിച്ച് അവിടെ ആക്കുന്നു, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന അഹങ്കാരി പെൺകുട്ടിയാക്കുന്നു. ആ അഹങ്കാരിയായ പെൺകുട്ടി വായി തോന്നിയാസമെല്ലാം കാണിച്ച് ഇവിടുത്തെ പാർട്ടി അംഗങ്ങൾ പോലും എതിർക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി പിന്തുണച്ചു കൊടുക്കുന്നു. ആര്യ രാജേന്ദ്രൻ എല്ലാ അഹങ്കാരത്തിനും കൂട്ടുനിൽക്കുന്നു, എല്ലാ സംവിധാനവും ഉണ്ടാക്കുന്നു. അവസാനം യദുവിന്റെ വിഷയം വരെ ഉണ്ടാവുന്നു. സർക്കാർ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാ? നാറി നശിച്ച് ഒരുത്തനും ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM വോട്ട് ചെയ്യരുത്. ഈ അജണ്ട വർക്കൗട്ടായി. തിരുവനന്തപുരത്ത് BJP വന്നു. ഇപ്പം രാജേഷ് ആണല്ലോ ഇപ്പം മേയർ, നല്ല ഗംഭീര മേയറാണ്. അതെ. അപ്പം ഇത് പിണറായിക്ക് അറിയാം, രാജേഷിനെ തന്നെ മേയറായി, മിടുക്കനായ മേയറാണ്. ഇനി മോദി വരുന്നു. അപ്പം തിരുവനന്തപുരം പിടിക്കാനുള്ള നിയമസഭയിൽ 3-4 സീറ്റ് പിടിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു. ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ട സാധ്യത കാണുന്നില്ല. അപ്പൊ CPM ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിന്റെ പുറകിൽ വേറെ സെറ്റിൽമെന്റ് പോകണ്ടേ? അവസാനത്തെ മുഖ്യമന്ത്രി താനായിരിക്കണം ആഗ്രഹം ഉണ്ടായിരിക്കും. അവസാന മുഖ്യമന്ത്രി 10 വർഷം ഒരുമിച്ചിരുന്ന മുഖ്യമന്ത്രി. പിന്നെ പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന ഒരു സേഫ് എക്സിറ്റ് മാത്രമാണ്. ഒരു സേഫ് എക്സിറ്റിന് വേണ്ടിയിട്ടുള്ള മാന്യമായി അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകണം. ജയിലിൽ കിടക്കരുത്, താനും തൻ്റെ കുടുംബം സേഫ് ആയിരിക്കണം. BJP-കാർ നിങ്ങൾ ഭരിക്കുകയോ നയിക്കുകയോ ഒക്കെ ചെയ്തോ, പാർട്ടി എന്നാണ് ചെയ്തോ, എൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകണം. പാർട്ടി കൊണ്ട് നേടാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞു ഒരാളിന്. അത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭിന്നതയും വഴക്കുണ്ടായിക്കൊണ്ടുവരുമോ? എന്തായാലും അവിടെ വീണ്ടും ഒരു തലവേദനയായി മാറിയിരിക്കുന്നു. ഈ പറയുന്ന യന്ത്രത്തോക്കുകാരെ പിണറായിക്ക് പേടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. യന്ത്രത്തോക്കുകാർ ഒരു രണ്ടും കൽപ്പിച്ചവർ കൂടുതൽ നമ്മൾ ഒരു കാര്യം കൂടെ പറയേണ്ടത്, എന്നെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണത്. ഈ SIT ഇന്നലെ സന്നിധാനത്ത് പരിശോധിക്കുമ്പം അവിടുത്തെ സ്ട്രോങ് റൂമിൽ ഒരു ചാക്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവിടുത്തെ ഈ അഷ്ടദിക്പാലകരുടെ രൂപങ്ങളൊക്കെ തന്നെ. അത് പലതും അതിപ്പം ചാക്കെങ്കിലും ആയതിപ്പോഴായിരിക്കും ചാക്ക് കഴിക്കാൻ നേരം കിട്ടിക്കാണത്തില്ല. എന്തായാലും ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു വഴിത്തിരിവാണ്. അത് ഈ SIT ഈ മോഷണത്തെക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി കുറച്ചുപേരെ പ്രതികളാക്കി തലയുരാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. ഹൈക്കോടതി ഒരു വശത്ത് മുറുക്കിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് ED വന്നിരിക്കുന്നു. ഈ SITയുടെ അന്വേഷണത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ ഇടയുള്ളവരൊക്കെ തൊട്ടു പിന്നാലെ EDയുടെ കസ്റ്റഡിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ED കൂടുതൽ പ്രതികളെ ചേർക്കും, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കും. സെറ്റിൽമെന്റ് എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ, കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ല കള്ളപ്പണ ഇടപാട് ഹൈക്കോടതി മേൽനോട്ടം നടക്കത്തില്ല. കാരണം പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ഹൈക്കോടതി ഇതിന് മേൽനോട്ടം കൊടുക്കാൻ കാരണം ഇപ്പോൾ ഉണ്ടായ മേൽനോട്ടമല്ല, കഴിഞ്ഞ കുറേ കാലമായി ഈ ശബരിമലയിൽ കൊള്ള കാരണം ശബരിമല എല്ലാ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അത് പലർക്കും മനസ്സിലാകാതെ ഈ ഒരു കേസ് ഉണ്ടായപ്പോഴല്ല. ശബരിമലയുടെ ഭരണം യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഒരു ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷൻ പറഞ്ഞ് തസ്തിക ഉണ്ടാക്കി നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുന്നതിനെ കൊണ്ടാണ്. അതുകൊണ്ട് EDയുടെ കേസന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് റോൾ ഉണ്ടാവത്തില്ല. സെറ്റിൽമെന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും ആപത്തേറിയ വിഷയമായി ഇത് മാറും. ഇതിന് പിന്നിലെ കള്ളപ്പണ ഇടപാടുകളൊക്കെ ചെന്നവസാനിക്കുന്നത് ആരിലേക്കായിരിക്കുമെന്ന് ഊഹിക്കാനുള്ള ശേഷി കഴിഞ്ഞ 10 വർഷത്തെ പിണറായിയുടെ ഭരണം കണ്ട കേരളീയ സമൂഹത്തിനുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു. നമസ്കാരം.